ഡിലീരിയം ബ്രെയിനിനുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് ഇവർക്ക് ബിഹേവിയറൽ ചേഞ്ചസും കൺഫ്യൂഷനും വരിക. ഒറ്റ വാക്കിൽ ഡിലീരിയം എന്താണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. അതായത് എന്താ പറയുന്നത്, ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഒരു ഫുള്ളി കൺഫ്യൂഷൻ, ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു നേച്ചർ, അതാണ് ഡിലീരിയം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ. ഡിലീരിയം ഉണ്ടാകുന്നതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്രെയിനിനകത്ത് ഇൻഫെക്ഷൻ വന്നാൽ ഡിലീരിയം വരാം. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ വന്നാൽ ഡിലീരിയം സംഭവിക്കാം. ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാൽ ഡിലീരിയം സംഭവിക്കാം. ചില മെഡിസിൻസ് എടുത്താൽ ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ഡിലീരിയം സംഭവിക്കാം. ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഡിലീരിയം സംഭവിക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്ക്, ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിലീരിയം സംഭവിക്കാം. ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ് കാരണം ഡിലീരിയം വരാം. ഉറക്കമില്ലായ്മ, ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് മണിക്കൂറുകൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഡിലീരിയം സംഭവിക്കാം. അങ്ങനെ ഡിലീരിയത്തിന് ഒരുപാട് കോസസ് ഉണ്ട്. ബ്രെയിനിന് സംഭവിക്കുന്ന അസുഖങ്ങൾ, ഇഞ്ചുറി, ഓരോ പ്രശ്നങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ ഡിലീരിയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഡിലീരിയത്തിൻ്റെ മെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഓക്കെ, കാരണം ഇവർക്ക് കൺഫ്യൂഷനുള്ള ആൾക്കാരല്ലേ, ഇവരുടെ കോൺഷ്യസ്നെസ് കുറവുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. ഇവർ അഡ്മിറ്റഡ് ആകുന്ന സമയത്ത് ഇവർ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇവരുടെ സാധനങ്ങൾ, ഇവരുടെ കപ്പ്, ഇവരുടെ കണ്ണാടി, ഇവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. കാരണം കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇവരുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും ഇവരുടെ കൂടെ നിർത്തണം. ഓക്കെ, ഇതൊക്കെ ഡിലീരിയത്തിൻ്റെ ബേസിക് മാനേജ്മെൻ്റ് ആണ്. ഡിലീരിയത്തിന് ഡയറക്റ്റ്ലി ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഡിലീരിയത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോസിനെ ട്രീറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഡിലീരിയം ഉണ്ടായത് അതിനെ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ കാരണമാണ് ഡിലീരിയം ഉണ്ടായതെങ്കിൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഉറക്കമില്ലായ്മയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഉറക്കം പ്രൊവൈഡ് ചെയ്യുക, അവർ നന്നായിട്ട് ഉറങ്ങുക, അതാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോസിനെ ട്രീറ്റ് ചെയ്യുക. ഇപ്പം പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം കുറയുന്ന കാരണമാണ് ഡിലീരിയം വരുന്നതെങ്കിൽ ആ ഹൈപ്പോനട്രീമിയെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനെ ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ദ കോസ്, ഇതാണ് ഡിലീരിയത്തിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിലീരിയം ഒരു 100% റിവേഴ്സിബിൾ കണ്ടീഷനാണ്. എന്തുകൊണ്ടാണോ ഡിലീരിയം ഉണ്ടായത് ആ കോസ് മാറിക്കഴിയുമ്പോൾ ഡിലീരിയം റിവേഴ്സിബിൾ ആണ്. ഓക്കെ, താങ്ക് യു.